ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. യോനയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. ഇത് യോന പറയുന്നതാണ്. യോന ദൈവത്തിൽ നിന്നകന്ന് അവന് സമുദ്രത്തിൻ്റെ അഗാധ തലത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ അവന് ബോധ്യം വരികയാണ്, എൻ്റെ രക്ഷ എൻ്റെ ദൈവത്തിൽ മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ അടുത്ത് മാത്രമേ സമാധാനമുള്ളൂ എന്ന് ബോധ്യം വരുത്തിയാണ്. നമുക്കറിയാം, ആദിമ മാതാപിതാക്കളായ ആദാമും ഹവ്വായും ദൈവികമായ അനുഭവത്തിൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ കൈപിടിച്ച് നടന്നവരാണ്. ആ സ്വർഗീയമായ ഏദൻ തോട്ടത്തിൻ്റെ ആ ഇമ്പമുള്ള പർദീസ, ആ പർദീസയിലിരിക്കുമ്പോഴാണ് സാത്താൻ കടന്നു വരുന്നത്. അവരെ ആ വിലക്കപ്പെട്ട കനി കാണിക്കുന്നത്. ഈ ലോകത്തിൻ്റെ മോഹമാണ്, ലോകത്തിൻ്റെ പ്രലോഭനമാണ്. ദൈവികമായ അനുഭവത്തിൽ നിന്ന് ദൈവം പറഞ്ഞതാണ് അത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ് അതിലേക്ക് ചൂണ്ടുകയാണ്, ഈ അനുസരണക്കേട് കാണിക്കുകയാണ്. അത് ആ ഫലം ഭക്ഷിക്കുന്നു. ഭക്ഷിച്ചു കഴിഞ്ഞ് അവൻ്റെ അവസ്ഥ അറിയാം. മുള്ളും പറക്കാരയും നിറഞ്ഞ ലോകത്തിലേക്ക് എറിയപ്പെടുകയാണ്. അങ്ങനെ എറിയപ്പെട്ട് ആ മുള്ളും പറക്കാരയും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ് മുള്ള് എന്ന് പറയുന്നത്, ശരീരത്തെ വേദനിപ്പിക്കുന്നതാണ് മുള്ള് എന്ന് പറയുന്നത്. നമുക്ക് പരിവരുത്ത ആ ഒരു സാഹചര്യം, നമുക്കൊരു സമാധാനമില്ല. ആ സമാധാനമില്ലാത്ത ഇടത്തേക്കാണ് നമ്മളെ ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ മാടി വിളിക്കുന്നത്. ഒരുപക്ഷെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ളത് കാണും, കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുള്ളതും തോന്നിക്കുകയാണ് ആ ഫലം. ഇതുപോലെയാണ് ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ നമ്മളെ മാടി വിളിക്കും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ എത്ര സുഖമാണെന്ന് തോന്നും. അപ്പോൾ അവിടോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അത് എത്ര പൈശാചികമാണെന്ന് അറിയുന്നത്. മുള്ളും പറക്കാരെയും നിറഞ്ഞാണ് ആ ലോകം. ഇതുപോലെയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രനെ കുറിച്ച് പറയുന്നത്. പിതാവിൻ്റെ സന്നിധിയിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് സുഖിച്ച് സുഖലോലനായി ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ലപോലെ സമാധാനത്തോടെ കഴിയുമ്പോൾ, പിതാവിനോടൊപ്പം ആ വാത്സല്യമൊക്കെ ഏറ്റു കഴിയുമ്പോൾ പെട്ടെന്ന് അവനൊരു മോഹം, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് പ്രലോഭനിലേക്ക് എടുത്തിയാടിയാൻ, അവൻ്റെ അവകാശവും വാങ്ങിച്ച് അവനെ പിതാവിൽ നിന്ന് ഓടി അകലുകയാണ്. അവിടെ ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആ ദൈവസന്നിധിയിൽ നിന്ന് ആദാമും ഹവ്വായും ഓടി അകന്നതുപോലെ ഇവിടെ ഇതാ ധൂർത്തപുത്രനും പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി അകലുകയാണ്. ഓടി അകലുമ്പോൾ അവൻ ചെന്ന് വീഴുന്നത് വൃത്തിഹീനമായ ഒരു സ്ഥലത്താണ്, പന്നിക്കൂട്ടങ്ങളുടെ ഇടയിൽ. നമുക്കറിയാം, പന്നിക്കൂട്ടങ്ങളുടെ ഇടയിൽ എത്രമാത്രം ദുർഗന്ധം വമിക്കുന്ന ഇടമാണ്, എത്രമാത്രം അരോചകമായ സ്ഥലമാണ്. ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവന് കഴിക്കേണ്ടി വന്നു. ഇതാണ് ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ദൂരെ നോക്കുമ്പോൾ അത് ഭംഗിയായിട്ട് തോന്നും. പക്ഷേങ്കിൽ വൃത്തിഹീനമായ അവസ്ഥ, പന്നികൾ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ തള്ളപ്പെടുകയാണ്. ഇവിടെ ഇതാ യോനയാണെങ്കിൽ ദൈവം അവനെ ഒരു നിയോഗം കൊടുത്തു. ആ നിയോഗത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്, ദൈവത്തിൽ നിന്ന് അകലുന്നപ്പോൾ അവന് എറിയപ്പെട്ടത് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്കാണ്, അന്ധകാരത്തിലേക്കാണ്. അവിടെ പറയുന്നത് എൻ്റെ പ്രാണനോളം വെള്ളം ആയി. അതായത് അവൻ്റെ ഉള്ള് മൊത്തം അവന് ശ്വാസം മുട്ടുന്ന അനുഭവമാണ്. നമുക്കറിയാം, വെള്ളത്തിൽ വീഴുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസ്ഥ. അപ്പോഴാണ് ദൈവം അവനെ ഒരു തിമിംഗലത്തിൻ്റെ വായിലാക്കുകയാണ്, തിമിംഗലം അവനെ രക്ഷിക്കാനായിട്ട്. കാരണം ദൈവം എന്ന് പറയുന്നത് നമ്മളെ ശിക്ഷിക്കുന്നവനല്ല, നമ്മളെ തേടിയെത്തുന്ന ദൈവമാണ്, നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്. അവിടെയും ഈ യോന ദൈവത്തിൽ നിന്ന് ഓടി അകലുമ്പോഴും നമ്മളെ തേടിയെത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. നമ്മളെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ പരീക്ഷണങ്ങളിലൊക്കെ നമുക്ക് സഹിക്കാൻ, അതായത് നമുക്ക് തരണം ചെയ്യാനായിട്ട് എന്തുപോലും മാർഗം കാണിച്ചു തരും. അവിടെ ഇത് ഒരു തിമിംഗലത്തെ ആക്കി അതിൻ്റെ വായിലാക്കിയിരിക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ യോന അപ്പോഴാണ് ആ അന്ധകാരത്തിൻ്റെ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് യോന മനസ്സിലാകുന്നത്, ഞാൻ തെറ്റ് ചെയ്തു പോയി, എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ മാത്രമേ രക്ഷയുള്ളൂ, എൻ്റെ രക്ഷ എൻ്റെ കർത്താവിൻ്റെ പക്കൽ നിന്ന് വരുന്നു, അവിടെ മാത്രമേ രക്ഷയുള്ളൂ. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലൊക്കെ അകപ്പെട്ട് അനുഭവസമ്പന്നനായ യോന പറയുകയാണ്, എനിക്ക് അത് മാത്രമേ രക്ഷയുള്ളൂ. മുള്ളും പറക്കാരെയും നിറഞ്ഞ ലോകത്തിൽ അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഈ ആദാമും ഹവ്വായും ചിന്തിക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ സന്ധ്യ അമ്പുള്ള പറിച്ച് എത്ര നല്ലതായിരുന്നു എന്ന്. ഈ പന്നിക്കൂട്ടങ്ങളുടെ ഇടയിൽ ഒന്നുമില്ലാതെ വിശന്ന് വലയുമ്പോഴാണ് പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ സന്ധ്യ എത്ര നല്ലതായിരുന്നു. അവിടെ വൃത്യന്മാർ പോലും വേലക്കാർ പോലും സൂക്ഷിച്ചു കഴിയുമ്പോൾ ഞാനിതാ സ്വന്തം പുത്രൻ, ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളാണ് ഇവിടുന്ന് വിഷമിച്ച് കഴിയുന്നത്. നമുക്ക് ദൈവം സാധ്യതകൾ വരുമ്പോൾ അതിനെ വിട്ട് ഓടിപ്പോകുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് യോനയെ പോലെ നമുക്ക് ഒരു മാനസാന്തരമാണ്. യോന അവിടെ ചുമ്മാതിരിക്കുകയല്ലായിരുന്നു.
ആ കടലാനയുടെ നടുവിൽ അതൊരു അൾത്താരയാക്കുകയാണ്, അതൊരു ദേവാലയമാക്കുകയാണ്. ഹാഗാറിനെ പോലെ അവിടെ പറയുന്നുണ്ട്, എവിടെയും കാണുന്ന ദൈവത്തെ ഞാൻ ഇവിടെയും കണ്ടു എന്ന് പറയുന്നുണ്ട് ഹാഗാർ മരുഭൂമിയുടെ ആ അനുഭവത്തിൽ. അതുപോലെ തന്നെ മരുഭൂമിയെ അവിടെ ഒരു അൾത്താരയാക്കിയതുപോലെ അവൾ കരഞ്ഞ് അവൾ ഇരിക്കുന്ന സ്ഥലം ഒരു കണ്ണുനീരിൻ്റെ അൾത്താര വീണ സ്ഥലം. ആ അൾത്താരയിൽ കണ്ണുനീര് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ഇവിടെ ഇതാ യോന കടലാനയുടെ ആ വയറ് ഒരു ധ്യാനകേന്ദ്രമാക്കുകയാണ്, പ്രാർത്ഥനാലയമാക്കുകയാണ്. കണ്ണുനീര് കൊണ്ട് അവനോട് ഈർന്നെണീക്കുകയാണ്. അപ്പോൾ ദൈവം കാണുകയാണ്, ദൈവം അവന് കൈ കൊടുത്തിട്ട് അവന് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. നിനേവയിലേക്ക് അവനെ വലിച്ചടയ്ക്കുകയാണ്, കൈ കൊടുക്കുകയാണ്, പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയാണ്. പ്രിയമുള്ളവരെ, നമുക്കും ഇതുപോലത്തെ ഒരു മൂന്നാം ദിനമുണ്ട് എന്നൊരു തോന്നൽ വേണം. കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെ ഒക്കെ നടുവിൽ നമുക്കറിയാം, യഹൂദന്മാരുടെ ഒരു പാരമ്പര്യമാണ്, വിശ്വാസമാണ്, പ്രത്യാശയാണ് മൂന്നാം ദിനം, തേർഡ് ഡേ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് 3 ദിവസം അവൻ്റെ ശരീരത്തിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് അവരുടെ പ്രത്യാശ. ആ പ്രത്യാശയിലാണ് അവർ ജീവിക്കുന്നത്. യോനയും ഇതുപോലെ എനിക്കും ഒരു മൂന്നാം ദിനം ഉണ്ടെന്നുള്ള പ്രത്യാശ ജീവിക്കുകയാണ്. അവന് അവിടെ കിടന്നുകൊണ്ട് അയ്യം വിളിച്ചു, സ്വർഗത്തേക്ക് നോക്കി ദൈവത്തെ വിളിച്ചു, അവനെ തിരിച്ചറിഞ്ഞു, എനിക്ക് രക്ഷ എൻ്റെ ദൈവത്തിൽ മാത്രമേ ഉള്ളൂ എന്ന്. നമുക്കും നമ്മുടെ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ഒക്കെ നടുവിൽ നമുക്കൊരു മൂന്നാം ദിനമുണ്ട്, നമുക്കൊരു പ്രത്യാശയുണ്ടെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം. രക്ഷ അവങ്കിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനൊക്കെ, ഈ ലോകത്തിൽ ആശ്രയിക്കുന്നതിലൊക്കെ നല്ലത് നമുക്ക് നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കാം. അങ്ങനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് ആയിത്തീരാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.